ഹായ് മുത്തുമണീസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ദേ തച്ചൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി ഓൺ വോയിസ് വീഡിയോ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ചെറിയൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാതെ വേറെ ഒന്നല്ല കേട്ടോ. ഇന്ന് ജോലി കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസുകളൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ദേ നടന്ന് നമ്മൾ ബസ് വെയിറ്റ് ചെയ്യണ നമ്മളെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ദുബായിൽ കുറേ സ്ഥലത്ത് ബസ് വെയിറ്റിംഗ് സ്റ്റേഷൻസ് ഉണ്ട്, AC ഒക്കെ ആയിട്ട് കേട്ടോ. പക്ഷേ നമ്മളുടെ ഓഫീസിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല ഗൈസ്. നമ്മളിത് ഈ വെയിലത്താണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ട് തന്നെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. കുറേ ദിവസമായി നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആവണ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കെന്ന് വെച്ചാൽ ഭയങ്കര വീക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ടൈം നമ്മൾ ഓഫീസിൽ നിന്ന് തന്നെ മാപ്പ് വഴി നമ്മൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നല്ല പോസ്റ്റാകും. കാരണം നമുക്ക് ഇരിക്കാൻ പോലുള്ളൊരു സൗകര്യം നമ്മൾ ഈ ഒരു ബസ് സ്റ്റോപ്പിലില്ല കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ബസ്സാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത്. വേറെ ഒരു ബസ്സും നമുക്ക് ഈ ഒരു സൈഡിലോട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ബസ് നമുക്ക് വൺസ് എങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാഫ് ആൻ അവർ എന്തായാലും പിടിക്കും കേട്ടോ നെക്സ്റ്റ് ബസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ബസ്സിലൊക്കെ കയറി. ഇന്നാണെങ്കിൽ ബസ്സിൽ കാലിയാണ് കേട്ടോ. കാരണം ഇന്ന് കുറേ ഓഫീസുകൾക്കൊക്കെ മുടക്കാണല്ലോ, അവധിയാണ് ശനിയാഴ്ച കാരണം. അപ്പോൾ നമുക്ക് മൺഡേ ടു സാറ്റർഡേ വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബസ്സൊക്കെ നല്ല കാലിയായിരുന്നു. അങ്ങനെ ഓഫീസിൽ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ നടക്കാനാണെങ്കിൽ. ബസ്സിനാണെങ്കിൽ അതിൽ നേരത്തെ എത്തും, ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മളെ മെട്രോ സ്റ്റേഷൻ ഇതാണ് കേട്ടോ. ഇനി ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വേണം നമുക്ക് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്താൻ. നമ്മളുടെ ഡെസ്റ്റിനേഷൻ വേറെ ഒന്നല്ല, നമ്മളെ റൂമാണ് കേട്ടോ. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ജോലി കഴിഞ്ഞ് നമ്മളെ റൂമിലെത്താന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ജസ്റ്റ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസിലേക്ക് കടന്നു. ഇനി ഈ ഒരു എസ്കലേറ്റർ വഴി നമുക്ക് മുകളിലെത്തിയിട്ട് പിന്നെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊക്കെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ടയേർഡാണ് കേട്ടോ. മീൻസ് ഈ എസ്കലേറ്റർ കയറി പിന്നെ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും നമ്മളാകെ വയ്യാണ്ടാവും. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം സമയങ്ങളിൽ ബസ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല കേട്ടോ കാരണം ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് നടക്കുക ചെയ്യാറ് മെട്രോ സ്റ്റേഷനിലേക്ക്. കാരണം നല്ല ബ്ലോക്കായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ. വർക്കിംഗ് ഡേ ആയ കാരണം തന്നെ ബസ് 10 മിനിറ്റ് കൊണ്ട് എത്തുന്ന ബസ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തുന്ന ബസ് മാക്സിമം ഒരു 20-25 മിനിറ്റ് ട്രാഫിക്കിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല, നടക്കലാണ് പതിവ്. ഇന്ന് പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയ കാരണം ബസ് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ബസ്സിൽ കയറിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കൂടെ പതുക്കെ നടന്നു കേട്ടോ. അങ്ങനെ നടന്നത് നമ്മൾ കാർഡ് ടാപ്പ് ചെയ്യുന്നിടത്ത് എത്തി. അങ്ങനെ നമ്മൾ കാർഡ് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പോകാനുണ്ട് കേട്ടോ. ഇത് പെട്ടെന്നൊന്നും എത്തില്ല കേട്ടോ, കുറേ നടക്കണം. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കാരണം ആകെ നമ്മൾ ടയേർഡാവും കേട്ടോ. അപ്പോൾ അവിടെ എസ്കലേറ്ററും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. ഞാൻ ലിഫ്റ്റിലാണ് കയറാറ്. കാരണം ലിഫ്റ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കൊണ്ട് നിർത്തുന്നത് നമ്മളെ മെട്രോ വരുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നടക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ലിഫ്റ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യാറ് പോണ സമയത്ത് കേട്ടോ. അങ്ങനത്തെ ലിഫ്റ്റിൽ കയറി ജസ്റ്റ് അതിൻ്റെ ഒരു അപ്സ്റ്റെയറിൽ തന്നെയാണ് കേട്ടോ നമ്മളെ ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മളെ മെട്രോ വരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. അപ്പോൾ ഇന്നും വലിയ ആളും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കാരണം സാറ്റർഡേ ആണെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. പ്ലാറ്റ്ഫോം നിറയെ കണ്ടോ. മെട്രോയിലടക്കം നല്ല ആളില്ല. മീൻസ് ആളുകൾ ഭയങ്കര കുറവാണ്. ഇന്ന് മിക്ക സ്ഥലങ്ങളിൽ അവധിയായതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ വിമാനം? നമ്മൾ പണ്ട്, അതായത് എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വിമാനത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓടി വിമാനം കാണാൻ പോകുന്ന, മുറ്റത്തേക്ക് ഇറങ്ങി ഓടുന്ന ആ ഒരു കുട്ടിക്കാലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വിമാനം എടുത്ത് എല്ലാ ദിവസവും കാണുന്ന സമയത്ത് എനിക്ക് ആ ഒരു കാര്യമൊക്കെ ഉണ്ടാവും ഓർമ്മ വരുന്നത്. അതിലുപരി നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ചിന്തകളും ആ ഒരു ഫ്ലൈറ്റ് കാണുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരും കേട്ടോ. അങ്ങനെ ഞാൻ മെട്രോ ഇറങ്ങി നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്നും നമുക്ക് കുറച്ചും കൂടിയും പോകണം നമ്മളുടെ റൂം എത്തണമെങ്കിൽ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ട്രാവലേ ഉള്ളൂ നമുക്ക് റൂം ടു നമ്മളുടെ ഓഫീസ് വരെ കേട്ടോ. പക്ഷേ അത് പോകാനെടുക്കുന്ന ടൈമാണ്. അതായത് ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ബസ്സിൽ കയറി മെട്രോയിൽ കയറി പിന്നെ അവിടെ നിന്ന് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ലാഗ് എടുക്കാറുണ്ട്. ഡയറക്റ്റ് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ഒരു ബ്രിഡ്ജ് കയറാന്നുള്ളത്. കാരണം നമുക്ക് ബസ് കിട്ടണമെങ്കിൽ ഈ റോഡിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണം. അപ്പോൾ റോഡ് അല്ലാണ്ട് സീബ്ര ലൈനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് കയറി തന്നെ വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. വോയിസ് കവർ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്. അതിൻ്റെയാണ് കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ് വരുന്നത്. നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ എപ്പോൾ നോക്കിയാലും ഫ്ലൈറ്റുകൾ പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ബ്രിഡ്ജ് തന്നെയാണ് കേട്ടോ.
ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ലേ ഈ ചെറിയ ചെറിയ ഒരു ഷോപ്പുകൾ, അത് നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ രാത്രി നല്ല രസമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ബ്രിഡ്ജ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ലോപ്പ് പോലെ കാരണം നമുക്ക് ഇറങ്ങാൻ സുഖമാണ്, സ്റ്റെപ്പ് അല്ലല്ലോ, വേഗം വേഗം ഇറങ്ങാം കേട്ടോ. ഇപ്പോഴാണ് ഈ ഒരു ആസ്വദിച്ച് ഈ ഒരു സ്ഥലമൊക്കെ കണ്ടിറങ്ങണത് കേട്ടോ. സാധാരണ ബസ്സൊക്കെ നമ്മൾ മുകളിൽ കൂടെ നടക്കുന്ന സമയത്ത് കാണും നമ്മൾ ആ ഭാഗത്തേക്ക് പോണ ബസ്, പിന്നെ നടത്തൊന്നുമില്ല, ഫുൾ ഓട്ടാക്കാരം ആ ഒരു ബസ്സിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ചെന്ന് നിന്നപ്പോഴേക്കും ബസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് കുറേ നാൾക്ക് ശേഷം ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്നു ഗൈസ്. കാരണം ബസ്സിൽ നമ്മൾ കയറുന്ന സമയത്താണെങ്കിലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് ആരും ഇല്ലാത്ത കാരണം നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി കേട്ടോ. പിന്നെ ഇപ്പോൾ ദുബായിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല കളറാണ് പകൽ സമയത്ത്. വേറൊന്നല്ല, നമ്മുടെ പൂക്കൾ, നല്ല അടിപൊളി പൂക്കളാണ് നമ്മളിവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തി. അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ ഇടയ്ക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.